ഇപ്പം നമ്മൾ ചിന്തിച്ചോളൂ, പല സ്കൂളുകളിലും പഠിച്ച് ഡോക്ടറേറ്റ് നേടി, ബിരുദാനന്തര ബിരുദം നേടി, ജോലി നേടി, വലിയ വലിയ നിലകളിലെത്തി. പക്ഷേ ഇപ്പോഴും ചില കുടുംബങ്ങൾ എന്തില്ല? ഐശ്വര്യമില്ല. ഡോക്ടറേറ്റ് ഉണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. ജോലിയുണ്ട്, പണമുണ്ട്, എന്തില്ല? ഐശ്വര്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ? ജോലിയേക്കാളും വീടിനേക്കാളും ബിരുദാനന്തരേക്കാളും നമുക്ക് വേണ്ടത് എന്നതാ? ഐശ്വര്യം. ഐശ്വര്യം വേണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സ്കൂളാണ് ജോസഫിന്റെ സ്കൂളിൽ പഠിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അല്പസമയം ജോസഫിന്റെ സ്കൂളിൽ പഠിക്കാൻ പോവാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു കുഞ്ഞു വചനം നമ്മൾ ആദ്യം തന്നെ വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം ഒന്ന് തുറന്നേ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1, 1-ാം അധ്യായം 19-ാം തിരുവചനം. 1:19 വായിക്കാം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ജോസഫിന്റെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കാര്യം. ആ സ്കൂളിന്റെ ഓണറായിട്ടുള്ള ജോസഫ് നമ്മളോടൊരു കാര്യം പറയുവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു നിലപാട് നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചോദ്യം, ഈ ഔസേപ്പ് എന്തു നിലപാടാണ് എടുത്തത്? വചനം പഠിപ്പിക്കുന്നു, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ജോസഫിനെ കുറിച്ചൊരു വചനം പറയുവാണ്, അവൻ നീതിമാനായിരുന്നു. അവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. ജോസഫിന്റെ നീതി നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിലെ നീതിയേക്കാളും വ്യത്യസ്തമാണ്. ജോസഫ് എന്തു ചെയ്തു? അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആരെയാണ്? മറിയത്തെ എന്ന് പറഞ്ഞാൽ ആര്? ഭാര്യയെ അപമാനിതയാകാൻ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടാണ് ജോസഫ് നമ്മളോട് പറയുന്നത്. സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ, ഭാര്യയുടെ കുറവുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ ഭർത്താവായ ജോസഫ് ഇട്ടുകൊടുത്തില്ല. ആമേൻ, 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 ആമേൻ. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിത പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്താൻ, അപമാനിതനാകാൻ നീ ഇട്ടുകൊടുത്താൽ നീ വളരെ സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്.